കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതോ പുരതോ മമ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ ചതുഷ്ഷഷ്ടി തമോധ്യായ. 64-ാമത്തെ അധ്യായത്തില് 1 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. നൃഗോ ഉപാഖ്യാനം ആണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഒരു ദിവസം സാമ്പൻ മുതലായ കൃഷ്ണപുത്രന്മാർ ഒരു പൂന്തോട്ടത്തിൽ പ്രവേശിച്ച് കളിക്കുകയായിരുന്നു. അവർ ക്ഷീണിച്ചപ്പോൾ ദാഹം കൊണ്ട് പരവശരായി അടുത്തുള്ള ഒരു കിണറ്റിലേക്ക് ചെന്ന് നോക്കി. അപ്പോൾ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു. അതിൽ ഭയങ്കരമായ ഏറ്റവും വലിപ്പമുള്ള ഒരു ഓന്ത് കിടക്കുന്ന കണ്ടു. അപ്പൊ അവർ വൃക്ഷത്തിന്റെ തോലുകളും നൂലുകളൊക്കെ കൊണ്ട് ഇതിനെ വലിച്ചു കയറ്റാൻ നോക്കി. സാധിച്ചില്ല. അവർ കൃഷ്ണനെ ഉടനെ തന്നെ വിവരം അറിയിച്ചു. കൃഷ്ണൻ വന്ന് നോക്കി. കൃഷ്ണൻ ഇടത് കൈകൊണ്ട് പതുക്കെ അതിനെ ഉയർത്തി. അപ്പോൾ അത് വേഗം തന്നെ ദേവരൂപം പ്രാപിച്ചു. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇക്ഷ്വാകുവിന്റെ പുത്രനായ നൃഗ രാജാവാണ്. ദാനത്തിൽ തൽപരനായ ഞാൻ അസംഖ്യം പശുക്കളെ ദാനം ചെയ്തു. ഒരിക്കൽ ഒരു ബ്രാഹ്മണന് പശുക്കളെ ദാനം ചെയ്തപ്പോൾ അതിൽ അറിയാതെ മറ്റൊരു ബ്രാഹ്മണന്റെ പശു വന്ന് അകപ്പെട്ടുപോയി. അപ്പോൾ ഈ ബ്രാഹ്മണൻ പശുവിനെയും കൊണ്ടുപോയപ്പോൾ ആ പശുവിന്റെ ഉടമസ്ഥനായ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു, ഇതെന്റെ പശുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, ഇല്ല, ഇതെനിക്ക് നൃഗരാജാവ് തന്നതാണെന്ന് പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ തർക്കമായി. രണ്ടുപേരും രാജാവിന്റെ അടുത്തെത്തി. അപ്പോൾ ഓരോരുത്തരും അവരുടെ വാദപ്രതിവാദങ്ങൾ നിരത്തി. അപ്പൊ രാജാവ് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഈ പശുവിനെ എടുക്കൂ, മറ്റേ ആളിന് ഞാൻ ധാരാളം പശുക്കളെ തരാം. പക്ഷെ അവർക്കത് സമ്മതമായില്ല. ഉടമസ്ഥൻ പറഞ്ഞു, എന്റെ പശുവിനെ തന്നെ വേണം. അപ്പോ രാജാവ് ദാനം കൊടുത്ത ആ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് ആ പശു തന്നെ വേണം. അപ്പോ രാജാവ് ആകെ ദുഃഖിതനായി. രാജാവ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എനിക്ക് നരകത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷെ രണ്ടുപേരും പശുവിനെ സ്വീകരിക്കാതെ പോയി. അപ്പോ നൃഗരാജാവ് ഇനി അടുത്ത് നൃഗരാജാവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയാണ് ചർച്ച ചെയ്യേണ്ടത്. ശ്രീശുകവാചാം. ശ്ലോകം 1. ഏകതോപവനം രാജൻ ജഗ്മുർയതു കുമാരക വിഹർത്തും സാംബ പ്രത്യുമ്ന ചാരുഭാനുഗതാദയഃ. ഏകത ഉപവനം രാജൻ ജഗ്മുർ യദുകുമാരക. ഹേ രാജാവേ, ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുകയാണ്, ഹേ രാജാവേ, ഒരു നാൾ സാംബ പ്രത്യുമ്ന ചാരുഭാനുഗതാദയ, അതായത് കൃഷ്ണന്റെ മക്കളാണ് സാമ്പൻ, പ്രത്യുമ്നൻ, ചാരുഭാൻ, ഗതൻ. അപ്പൊ ഇവരെല്ലാവരും കൂടെ ഒരു ദിവസം എന്ത് ചെയ്തു? കളിക്കുകയായിരുന്നു. പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. യദുകുമാരന്മാർ എന്തു ചെയ്യുകയായിരുന്നു? വിഹർത്തും കളിക്കാനായിക്കൊണ്ട് ഉപവനം അടുത്തുള്ള പൂന്തോട്ടത്തിൽ ജഗ്മുഹു പ്രവേശിച്ചു. അപ്പോൾ അവരെല്ലാവരും കൂടെ കളിക്കാനായിട്ട് അടുത്തുള്ള ഒരു പൂന്തോട്ടത്തിൽ പോയി. ശ്രീശുകവാച ഏകതോപവനം രാജൻ ജഗ്മുറതു കുമാരക വിഹർത്തും സാംബ പ്രത്യുമ്ന ചാരുഭാനു ഗതാദയകാം. ശ്ലോകം 2. ക്രീഡിത്വാ സുചിരം തത്ര വിജിന്വന്ത
പിപാസദാഹ ജലം നിരുദേ കൂപേ ദദൃശു സത്വമത്ഭുതം. ക്രീഡിത്വാ സുചിരം തത്ര വിചിന്വന്തക പിപാസദഃ. തത്ര അവിടെ സുചിരം അധിക നേരം ക്രീഡിത്വ കളിച്ചിട്ട് പിപാസിത ദാഹിച്ചു, വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നവരായി ജലം വെള്ളത്തെ വിചിന്വന്ത തിരഞ്ഞു. നിരുദകേ അപ്പൊ അവരടുത്തൊരു കിണർ കണ്ടു, അതിനാ നിരുദകേ ഉദകം വെള്ളം, നിരുദകേ വെള്ളമില്ലാത്ത കൂപേ കിണറ്റിൽ അവർ ചെന്ന് നോക്കി. അപ്പൊ അവിടെ എന്ത് കണ്ടു? അത്ഭുതം, ആശ്ചര്യകരമായ സത്വം, ഒരു ജീവിയെ ദദൃശു കണ്ടു. അത്ഭുതകരമായ ഒരു വലിയ ഒരു ജീവി കിടക്കുന്നത് കണ്ടു. ക്രീഡിത്വാ സുചിരം തത്ര വിചിന്വന്ത പിപാസിതാഃ ജലം നിരുദകേ കൂപേ ദദൃശു സത്വം അത്ഭുതം. ശ്ലോകം 3. കൃകാലസം ഗിരിനിഭം വീക്ഷ്യ വിസ്മിതമാനസാഃ തസ്യ ചോദ്ധരണേ യത്നം ചക്രുസ്തേ കൃപയാന്വിതാഃ. കൃകലാസം ഗിരിനിഭം വീക്ഷ്യ വിസ്മിതമാനസാഃ തസ്യ ച ഉദ്ധരണേ യത്നം ചക്രുഹു തേ കൃപാന്വിതാഃ. കൃകാലസം ഗിരിനിഭം പർവ്വത തുല്യമായ വലിപ്പമുള്ള ഒരു പർവ്വതത്തിന്റെ അത്ര വലിപ്പമുള്ള കൃകാലസം ഓന്താണായിരുന്നു അത്. ഓന്തിനെ വീക്ഷ്യ കണ്ടിട്ട് അപ്പൊ അവർക്ക് ആദ്യം എന്താന്ന് മനസ്സിലായില്ല, ഒരു വലിയ ജീവി പർവ്വതത്തിന്റെ അത്രയുള്ള ഒരു ഓന്തിനെ കണ്ടിട്ട് വിസ്മിത മാനസ അത്ഭുതപ്പെട്ട മനസ്സോടുകൂടി തേ അവർ കൃപയാന്വിത അവർക്ക് ദയ തോന്നി. തസ്യ അതിന്റെ ഉദ്ധരണത്തിൽ യത്നത്തെ പരിശ്രമത്തെ ചക്രുഹു ചെയ്തു. അപ്പൊ ആ പാവം ഒരു വലിയ ഓന്ത് കിണറ്റിലാകപ്പെട്ടു. അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അതിനെ മുകളിലേക്ക് കയറ്റിവിടാൻ അവർ ശ്രമിച്ചു. കൃകാലസം ഗിരിനിഭം വീക്ഷ്യ വിസ്മിത മാനസാഃ തസ്യ ചോദ്ധരണേ യത്നം ചക്രുസ്തേ കൃപയാന്വിതാഃ. ശ്ലോകം 4. ചർമ്മജൈസ്താന്തവൈ പാശൈർ ബദ്ധ്വാ പതിതം അർഭകാഃ നാശക്നുവൻ സമുദ്ധർത്തും കൃഷ്ണായ ആചക്രു ഉത്സുകാഃ. ചർമ്മജൈഹി താന്തവൈഹി, ചർമ്മജൈ തോലുകൊണ്ട്, അതായത് വൃക്ഷങ്ങളുടെ തോലുകൾ കൊണ്ട്, താന്തവൈഹി നൂലുകൾ കൊണ്ട് ഒക്കെ പാശ കയറുണ്ടാക്കി, കയറുകൊണ്ട് പതിതം വീണ് കിടക്കുന്ന അതിനെ ബന്ധിച്ചു. അപ്പോൾ വലിയതാണല്ലോ, അപ്പോൾ ഒരു കയറൊക്കെ എടുത്ത് ഇതിനെ ബന്ധിച്ചിട്ട് സമുദ്ധർത്തും അതിനെ ഉയർത്താനായിട്ട് അർഭക കുട്ടികൾ ശ്രമിച്ചു. പക്ഷേ നാശക്നുവൻ അവർ അതിന് ശക്തരായില്ല, അവർക്ക് സാധിച്ചില്ല. ഉത്സുകരായിട്ട് കൃഷ്ണനായിക്കൊണ്ട് ആചക്കു ആഖ്യാനം ചെയ്തു. അപ്പൊ അവര് ഇതിനെ കെട്ടി വലിച്ച് മുകളിലോട്ട് ഉയർത്താൻ നോക്കി. തോലുകൊണ്ടും വൃക്ഷങ്ങളുടെ തോലെടുത്തും വേറെ കയറുകളൊക്കെ എടുത്ത് വലിച്ച് ഉയർത്താൻ നോക്കിയിട്ട് അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കൃഷ്ണനോട് ചെന്ന് വിവരം പറഞ്ഞു. ചർമ്മജൈസ്താന്തവൈ പാശൈർ ബദ്ധ്വാ പതിതമർഭകാഃ നാശക്നുവൻ സമുദ്ധർത്തും കൃഷ്ണായ ആചക്രുത്സുകാഃ. ശ്ലോകം 5. തത്രാഗത്യ അരവിന്ദാക്ഷോ ഭഗവാൻ ഭാവനഃ വീക്ഷ്യോ ഉജ്ജഹാര വാമേന തം കരേണ സലീലയാ. അപ്പൊ ഭഗവാന് ഏത് കാര്യവും ലീലയായിട്ട് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. ഭഗവാൻ എന്ത് ചെയ്തു? തത്ര ആഗത്യ അരവിന്ദാക്ഷക ഭഗവാൻ വിശ്വഭാവനക ലോകത്തെ സംരക്ഷിക്കുന്നവനും ഭഗവാനും ഐശ്വര്യപൂർണനുമായ സഹ അരവിന്ദാക്ഷൻ തത്ര അവിടെ ആഗത്യ വന്നിട്ട് വീക്ഷ്യ നോക്കിയിട്ട് വാമേന കരേണ ഇടത് കൈകൊണ്ട് ലീലയ പ്രയാസം കൂടാതെ അതിനെ ഉജ്ജഹാര അതിനെ ഉയർത്തി. അപ്പൊ ഭഗവാൻ പതുക്കെ ഇടത് കൈകൊണ്ട്
തൊട്ടേ ഉള്ളൂ, അതതാ അങ്ങ് ഉയർന്നു വന്നു. അതൊരു ലീല പോലെ ലേശവും പ്രയാസം കൂടാതെ ആ പ്രാണിയെ മേൽപോട്ട് കയറ്റി. തത്രാഗത്യ അരവിന്ദാക്ഷോ ഭഗവാൻ വിശ്വഭാവനഃ വീക്ഷ്യോ ഉജ്ജഹാര വാമേന തം കരേണ സലീലയാം. ശ്ലോകമാർ. സ ഉത്തമ ശ്ലോക കരാഭിമൃഷ്ടോ വിഹായ സദ്യ കൃകാലസ രൂപം സന്തപ്ത ചാമീകര ചാരുവർണാം സ്വർഗ്യത്ഭുതാലങ്കരണാംബരശ്രക്. സഹ ഉത്തമ ശ്ലോക കരാ അഭിമൃഷ്ടഃ. ഉത്തമ ശ്ലോക കരാഭിമൃഷ്ടഃ. ഉത്തമ ശ്ലോകന്റെ ഭഗവാന്റെ കരത്താൽ സ്പർശിക്കപ്പെട്ട സഹ അവൻ, ആ ഓന്ത്, സദ്യഹ ഉടനെ, കൃകാലസ രൂപം ഓന്തിന്റെ ആകൃതിയെ വിഹായ, പെട്ടെന്ന് ഓന്തിന്റെ ആകൃതി, ഭഗവാൻ കൈ തൊട്ടതും ഓന്തിന്റെ ആകൃതി മാറി. സന്തപ്ത ചാമീകര ചാരുവർണ, ചുട്ടുപഴുത്ത സ്വർണം എങ്ങനെ തിളങ്ങുമോ അതുപോലെ മനോഹരമായ സ്വർണത്തിന്റെ നിറത്തോടും അത്ഭുത അലങ്കരണ അംബരശ്രത്, അത്ഭുതകരമായ അലങ്കാരങ്ങളോടും നല്ല വസ്ത്രങ്ങളോടും കൂടിയും ഇരിക്കുന്ന സ്വർഗീ ദേവനായിട്ട് ഭവിച്ചു. അപ്പോൾ ഓന്തിന്റെ രൂപമൊക്കെ മാറി നല്ലവണ്ണം അലങ്കരിച്ച് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ധരിച്ച ഒരു ദേവനായിട്ട് മാറി. സൗത്തമ ശ്ലോക കരാഭിമൃഷ്ടോ വിഹായ സദ്യ കൃകലാസരൂപം സന്തപ്ത ചാമീകര ചാരുവർണ സ്വർഗീയത്ഭുതാലങ്കരണ അംബരശ്രക്. ശ്ലോകം 7. പപ്രച്ഛ വിദ്വാനഭി തന്നിനാദം ജനേഷു വിഖ്യാപയിതും മുകുന്ദ കസ്ത്വം മഹാഭാഗ വരേണ്യരൂപോ ദേവോത്തമം ത്വാം ഗണയാമി നൂനം. പപ്രച്ഛ വിദ്വാൻ അഭി തന്നിനാദം ജനേഷു വിഖ്യാപയിതും മുകുന്ദഃ കഹ ത്വം മഹാഭാഗ വരേണ്യരൂപഃ ദേവോത്തമം ത്വാം ഗണയാമി നൂനം. മുകുന്ദഃ കൃഷ്ണൻ, വിദ്വാനഭി, കൃഷ്ണനെ എല്ലാം അറിയാലോ, കൃഷ്ണൻ സർവജ്ഞനാണല്ലോ, എല്ലാം അറിയാമെങ്കിലും ജനേഷു വിഖ്യാപിതം, ജനങ്ങളിൽ പ്രസിദ്ധപ്പെടുത്താനായിക്കൊണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാവണമല്ലോ ഭഗവാൻ അറിയത് ആരാണെന്ന്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി തൻ നിദാനം, അതിന്റെ കാരണത്തെ പപ്രച്ഛ ചോദിച്ചു. അപ്പൊ എന്താണ് കാരണം? നീ ആരാണ്? മഹാഭാഗ, ഹേ ഭാഗ്യശാലി, വരേണ്യ രൂപക, ഏറ്റവും ശ്രേഷ്ഠമായ രൂപത്തോടുകൂടിയ ത്വം, അങ്ങ് കഹ ആരാകുന്നു? ത്വാം നിന്നെ, ദേവോത്തമം ദേവശ്രേഷ്ഠനെന്ന് ഗണയാമി ഞാൻ ഗണിക്കുന്നു. അപ്പൊ നീ ഏതോ ദേവശ്രേഷ്ഠനാണല്ലോ, നൂനം നിശ്ചയം. അപ്പൊ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? നീ ആരാണ്? ഒരു ദേവശ്രേഷ്ഠനാണെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. പപ്രച്ഛ വിദ്വാനഭി തന്നിനാദം ജനേഷു വിഖ്യാപിതും മുകുന്ദ കസ്ത്വം മഹാഭാഗവരേണ്യരൂപോ ദേവോത്തമം ത്വാം ഗണയാമി നൂനം. ശ്ലോകം 8. ദശാമിമാം വാ കഥമേന കർമ്മണ സംപ്രാപ്തിതോ അന്യ അതദർഹ സുഭദ്രാം ആത്മാനമാഖ്യാഹി വിവിത്സിതാംനോ യന്മന്യസേന ക്ഷമമത്ര വക്തും. ദശാം ഇമാം വാ കഥമേന കർമ്മണ സംപ്രാപ്തിതഃ അസ്യ അതദർഹഃ സുഭദ്ര ആത്മാനം ആഖ്യാഹി വിവിത്സതാം നഃ യന്മന്യസേ നഃ ക്ഷമം അത്ര വക്തും. സുഭദ്ര, ഹേ ശ്രേഷ്ഠ, കഥമേന ഏത് വിധമായ കർമ്മത്താൽ ഇമാം ഈ അവസ്ഥ, ദശാം അവസ്ഥയെ, അതദർഹ അതിന് അർഹനല്ലാത്ത, ത്വം നീ പ്രാപിക്കപ്പെട്ടു. അപ്പൊ എങ്ങനെയാണ് നീ ഈ ഓന്തായി മാറിയത്? വിവത്സിത അറിയാൻ ആഗ്രഹിക്കുന്ന നഹ ഞങ്ങളോട് അത്ര ഇതിനെ ഭക്തം പറയാനായിക്കൊണ്ട് ക്ഷമം യോഗ്യമെന്ന മന്യസേ വിചാരിക്കുന്ന പക്ഷം ആത്മാനം തന്നെക്കുറിച്ച് ആഖ്യാഹി പറഞ്ഞാലും. അപ്പൊ ഞങ്ങളോട് പറയാൻ വിരോധമില്ലെങ്കിൽ
എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഓന്തായി മാറിയത് എന്ന് ഞങ്ങളോട് പറയൂ. ദശാമിമാം വാ കഥമേന കർമ്മണ സംപ്രാപ്തിദോസ്യ അതതർഹ സുഭദ്രാം ആത്മാനമാഖ്യേഹി വിവത്സതാംനോ യന്മന്യസേന ക്ഷമമത്ര ഭക്തും. ശ്ലോകം 9. ശ്രീശുഭവാചാം ഇതി സ്മ രാജാ സംപൃഷ്ട കൃഷ്ണേനാനന്ദമൂർത്തിന മാധവം പ്രണിപത്യാഹ കിരീടേനാർക്കവർച്ചസാം. ഇതി സ്മ രാജാ സംപൃഷ്ട കൃഷ്ണേന അനന്തമൂർത്തിന. ഇപ്രകാരം അനന്തമൂർത്തിന, അന്തമില്ലാത്ത രൂപത്തോടുകൂടിയ കൃഷ്ണനാൽ സംപൃഷ്ടയ, വിനയപൂർവം ചോദിക്കപ്പെട്ട രാജാവ് അർക്കവർച്ചസ, സൂര്യനെ പോലെ പ്രകാശമുള്ള കിരീടം കൊണ്ട് മാധവനെ പ്രണിപത്യ നമസ്കരിച്ചിട്ട് ആഹ സ്മ പറഞ്ഞു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? സൂര്യനെ പോലെ തിളങ്ങുന്ന കിരീടം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ശിരസ് കൊണ്ട് കൃഷ്ണന്റെ പാദാംബുജം സ്പർശിക്കത്തക്കവണ്ണം വീണ് നമസ്കാരം ചെയ്തിട്ട് എണീറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു. ശ്രീശുഭവാച ഇതി സ്മ രാജാ സംപൃഷ്ട കൃഷ്ണേനാനന്ദമൂർത്തിന മാധവം പ്രണിപത്യാഹ കിരീടേനാർക്കവർച്ചസാം. ശ്ലോകം 10. നൃഗവാച നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകു തനയ പ്രഭോ ദാനിഷ്വാഖ്യായമാനേഷു യദ് തേ കർണം അസ്പൃശം. നൃഗഃ നാമ നരേന്ദ്രഃ അഹം ഇക്ഷ്വാകു തനയഃ പ്രഭോ അല്ലയോ സർവസമർത്ഥ. ഇക്ഷ്വാകു തനയഃ, ഞാൻ ആരാണ്? ഇക്ഷ്വാകുവിന്റെ പുത്രനായ നൃഗഃ നാമ, നൃഗൻ എന്നു പേരായ നരേന്ദ്രഃ അഹം, രാജാവാകുന്നു ഞാൻ. ഇക്ഷ്വാകുവിന്റെ പുത്രനായ നൃഗൻ എന്നു പേരുള്ള രാജാവാകുന്നു. ദാനിഷു, ദാനം ചെയ്യുന്നവർ, ആഖ്യായമാനേഷു, പറയപ്പെടുന്ന അവസരത്തിൽ, തേ അങ്ങയുടെ കർണം കാതുകളെ, യതി അസ്പർശം ഞാൻ സ്പർശിച്ചിരിക്കും, നിശ്ചയം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ധാരാളം ദാനം ചെയ്തവനാണ്, അപ്പൊ അതങ്ങ് കേട്ടിരിക്കും. അപ്പൊ അവിടെ ഒരു അഹങ്കാരമാണ് അല്ലേ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ദാനം ചെയ്യും, അപ്പോൾ ഞാൻ ഇങ്ങനെ ദാനം ചെയ്യുന്നവനാണെന്ന് എല്ലായിടത്തും വിഖ്യാതമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് കേട്ടിരിക്കും ഞാൻ വളരെയധികം ദാനം ചെയ്യുന്നവനാണ് എന്ന്. എന്നെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്നുള്ള രീതിയിൽ ദാനശീലന്മാരുടെ ആയ ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ എന്റെ പേര് ഒന്നാമതായിട്ട് പറയും. നൃഗവാച നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയ പ്രഭോ ദാനിഷ്വാഖ്യായമാനേഷു യദിതേ കർണമസ്പൃശം. ശ്ലോകം 11. കിംനു തേ വിദിതം നാഥ സർവഭൂതാത്മസാക്ഷിണഃ കാലേന അവ്യാഹതദൃശോ വീക്ഷ്യേഥാപി തവാജ്ഞയാം. കിംനു തേ വിദിതം നാഥ സർവഭൂതാത്മസാക്ഷിണഃ കാലേന അവ്യാഹതദൃശഃ ഭക്ഷ്യേ അഥ അപി തവ ആജ്ഞയ. നാഥ, ഹേ നാഥ, കാലേന കാലത്താൽ, അവ്യാഹതദൃശഃ നശിക്കാത്ത അറിവോടുകൂടിയും, സർവഭൂതാത്മസാക്ഷിണഃ സർവഭൂതങ്ങളുടെ സാക്ഷിയുമായിരിക്കുന്ന തേ അങ്ങയ്ക്ക് അവിദിതം കിംനു അറിയപ്പെടാത്തത് എന്താണുള്ളത്? അങ്ങയ്ക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. അഥാപി എങ്കിലും തവ അങ്ങയുടെ ആജ്ഞയ കൽപ്പനയാൽ പക്ഷേ പറയുന്നു. അപ്പോ അങ്ങ് എല്ലാം കാലത്താൽ നശിക്കപ്പെടാത്ത അറിവോട് കൂടിയതവനാണ് അങ്ങ്. അങ്ങയ്ക്ക് എല്ലാം അറിയാം. എങ്കിലും അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. കിംനു തേ വിദിതം നാഥ സർവഭൂതാത്മസാക്ഷിണഃ കാലേന അവ്യാഹതദൃശോ വക്ഷ്യേതാപി തവാജ്ഞയാം. ശ്ലോകം 12. യാവത്യാ സികതാ ഭൂമേർ യാവത്യോ ദിവിതാരകാഃ യാവത്യോ വർഷധാരാശ്ച താവതീം അതതാം സ്മഗാഃ. യാവത്യാ സികത ഭൂമേഹ
യാവത്യഹ ദിവി താരകാഹ. ഭൂമേഹെ ഭൂമിയുടെ സികത മണൽത്തരികൾ യാവത്യാഹ എത്രയുണ്ടോ. അപ്പൊ ഭൂമിയുടെ മണൽത്തരികളെ എണ്ണാൻ പറ്റുമോ? അപ്പൊ ഭൂമിയുടെ മണൽത്തരികൾ എത്രയുണ്ടോ. ദിവി ആകാശത്തിൽ താരക നക്ഷത്രങ്ങൾ യാവത്യാഹ എത്രയുണ്ടോ. വർഷധാരാച്ച മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന മഴത്തുള്ളികൾ എത്രയുണ്ടോ. യാവത്യ എത്രയോ. താവതി അത്ര ഗാഹ പശുക്കളെ അതതാംസ്മ ഞാൻ ദാനം ചെയ്തു. അപ്പൊ അത് എണ്ണാൻ പറ്റുമോ? ഭൂമിയിലെ മണൽത്തരി എണ്ണാൻ പറ്റുമോ? മഴത്തുള്ളികളെ എണ്ണാൻ പറ്റുമോ? അതുപോലെ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ? അപ്പൊ അത്രയും വരെ ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്, പശുക്കളെ ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങ് എന്നെപ്പറ്റി കേട്ടിരിക്കും. യാവത്യാസികതാ ഭൂമേർ യാവത്യോ ദിവി താരകാഹ യാവത്യോ വർഷധാരാശ്ച താവതീർ അതതാംസ്മഗാഹ. ശ്ലോകം 13. പയസ്സിനി തരുണീ ശീലരൂപ ഗുണോപപന്ന കപിലാ ഹേമശൃംഗീ ന്യായാർജിതാരൂപ്യ കുരാസവത്സ ദുകൂലമാലാഭരണാദതാവഹം. പയസ്സിനീഹി തരുണീഹി ശീലരൂപ ഗുണ ഉപപന്നാഹ കപിലാ ഹേമശൃംഗീഹി ന്യായാർജിത രൂപ്യഖുരാഹ സവത്സ ദുകൂലമാല ആഭരണ ദദൗ അഹം. അതാണ് ദദാവഹം. പയസ്സിനി. അപ്പൊ ഞാൻ ദാനം ചെയ്യുന്ന പശുക്കൾ എങ്ങനെയാണ്? പയസ്സിനി പാലധികമുള്ള, അല്ല പാലില്ലാത്ത പശുക്കളല്ല ഞാൻ ദാനം കൊടുക്കുന്നത്. നല്ല ഗുണമുള്ള പശുക്കളെയാണ്. പാലുള്ളതും തരുണി പ്രായം കുറഞ്ഞതും, അല്ലാതെ പ്രസവിക്കാതെ വയസ്സായ പശുക്കളെയൊന്നും അല്ല. ശീലരൂപ ഗുണോപപന്ന ശീലൻ രൂപം എന്നീ ഗുണങ്ങൾ ഉള്ളവയും കപില ചെമ്പിച്ച വർണ്ണമുള്ളതും ഹേമശൃംഗി സ്വർണം കൊണ്ട് ഉള്ള കൊമ്പുകളോട് കൂടിയതും. അപ്പോൾ പശുവിന്റെ കൊമ്പിൽ സ്വർണം കെട്ടിയിട്ടാണ് ദാനം ചെയ്യുന്നത്. രൂപ്യഖുര വെള്ളി കെട്ടിയ കുളമ്പിലൊക്കെ വെള്ളി കെട്ടിയിരിക്കും. ന്യായാർജിത ന്യായത്താൽ സമ്പാദിക്കപ്പെട്ടത്. അപ്പൊ ഞാൻ ശരിയായ മാർഗത്തിൽ കൂടി സമ്പാദിച്ചതാണ്. സവത്സ പിന്നെ അത് പശുക്കുട്ടികളോട് കൂടിയതുമാണ്. ദുകൂല മാല ആഭരണ വസ്ത്രങ്ങൾ, മാലകൾ, ആഭരണങ്ങൾ മുതലായവയോട് കൂടിയും ആയ പശുക്കളെ അഹം ദദൗ ഞാൻ ദാനം ചെയ്തു. അപ്പൊ ഞാൻ ദാനം ചെയ്ത പശുക്കൾ മറ്റു പശുക്കളോ പ്രായമായതോ പാലില്ലാത്തതോ ഒന്നുമല്ല. എല്ലാം നല്ല പാല് ഇറക്കുന്നതും അവയുടെ കുട്ടികളോട് കൂടിയതും നല്ല സ്വഭാവ ഗുണമുള്ളതും പ്രായം കുറഞ്ഞതും പിന്നെ ചെമ്പിച്ച നിറമുള്ളതും കൊമ്പുകളിൽ സ്വർണം കെട്ടിയതും കുളമ്പുകളിൽ വെള്ളി കെട്ടിയത് പിന്നെ വിശേഷ ആഭരണങ്ങൾ ധരിപ്പിച്ചവ ന്യായമായ വിധത്തിൽ സമ്പാദിക്കപ്പെട്ടതുമാണ്. അപ്പൊ ഞാൻ ദാനം ചെയ്ത വസ്തു ശുദ്ധവും ദാനവിധി പ്രകാരവും ആണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും കൊടുക്കുന്ന ആളിന് അഹങ്കാരമുണ്ടെങ്കിൽ എല്ലാം പോയി. നമ്മളിങ്ങനെ ദാനം ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. ഇവിടെ കുറച്ച് അഹങ്കാരമുണ്ട് അല്ലേ? അല്ലെ ആദ്യമേ പറഞ്ഞത് എന്നെപ്പറ്റി അങ്ങ് കേട്ടിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ വലിയ ദാനശീലനാണെന്ന് അങ്ങ് കേട്ടിരിക്കും. പിന്നെ കൊടുക്കുന്ന പശുക്കളോ അത് എത്ര എണ്ണമെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മണൽത്തരികൾ എത്ര ഉണ്ടോ അത്രയും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മഴത്തുള്ളികളെ എണ്ണാൻ പറ്റുമോ? അത്രയും. അപ്പൊ അഹങ്കാരമുണ്ട്. അപ്പൊ അഹങ്കാരമാണ് മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നത് എന്നുകൂടി കൃഷ്ണപുത്രന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത്. അല്ലാതെ ഭഗവാൻ അറിയാം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നൃഗന് സംഭവിച്ചതെന്ന് ഭഗവാൻ അറിയാം. പക്ഷെ മക്കൾക്ക് ഇതെല്ലാം പറഞ്ഞ് മറ്റുള്ളവർക്കും എല്ലാം പറഞ്ഞ് കേൾപ്പിക്കണം. പയസ്വിനി തരുണി ശീലരൂപ ഗുണോപപന്ന കപിലാഹേമ ശൃംഗി ന്യായാർജിതാരൂപ്യ ഗുരാ സവത്സ ദുകൂലമാലാഭരണ ദദാവഹം. ശ്ലോകം 14. സ്വലംകൃതേഭ്യോ ഗുണശീലവദ്ഭ്യ സീതത്കുടുംബേഭ്യ ഹൃതവൃതേഭ്യ തപശ്രുത ബ്രഹ്മവാദ്യ സദ്ഭ്യ പ്രാതാമിവാഭ്യോ ദിജപുംഗവേഭ്യ. സ്വ അലങ്കൃതേഭ്യ ഗുണശീലവദ്ഭ്യ
സ്വലങ്കൃതം നന്നായി അലങ്കരിച്ചവയും ശീലഗുണവിഭ്യ ശീലം ഗുണ മുതലായവ ഉള്ളവയും സീതത് കുടുംബേഭ്യ തളരുന്ന കുടുംബമുള്ളവരും. ഇനി ആർക്ക് ദാനം ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ദാനം ചെയ്യുന്ന മുതൽ ശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ ദാനം കൊടുക്കുന്ന വാങ്ങിക്കുന്ന ആളുണ്ടല്ലോ, അയാളും നല്ലതായിരിക്കണം. സത്പാത്രത്തിലെ ദാനം ചെയ്യാവൂ എന്നാണ്. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന് പറയും. എന്നുവെച്ചാൽ യോഗ്യരായവർക്ക് മാത്രമേ ദാനം ചെയ്യാവൂ. അപ്പൊ ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? നന്നായി അലങ്കരിക്കപ്പെട്ടിട്ടുള്ളതും, അതായത് നല്ല കുളിച്ച് നല്ല ശുദ്ധമായിരിക്കുന്നവര്, സീതത് കുടുംബേപ്പ തളരുന്ന കുടുംബമുള്ളവരും, അതായത് കുടുംബത്തില് ദാരിദ്ര്യമൊക്കെ ഉള്ളവര്, ഋതവൃതേഭ്യ സത്യമായ വ്രതം ആചരിക്കുന്നവർ, നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, തപശുദ്ധ ബ്രഹ്മ വധാന്യ സദ്ഭ്യ തപസ്സുകൊണ്ടും ശുദ്ധിപ്പെട്ടവരും. അപ്പൊ ഭഗവാനിലൊക്കെ വിശ്വാസമൊക്കെ ഉള്ളവര്, തപസ്സെന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ഏകാഗ്രമായ മനസ്സ് വയ്ക്കുന്നവരാണ് തപസ്സെന്ന് പറയുന്നത്. അപ്പൊ തപസ്സുള്ളവരും ശുദ്ധ ബ്രഹ്മവാദിന്യ സഭ്യ ബ്രഹ്മത്തിൽ, അതായത് വേദത്തിൽ അത്യന്തം അറിവുള്ളവരുമായ സത്തുക്കൾക്ക്, യുവാക്കന്മാരായ ദിജപുങ്കവേഭ്യ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കായിക്കൊണ്ട് പ്രാദാം കൊടുത്തു. അപ്പോൾ ഞാൻ നേരായ മാർഗത്തിൽ സമ്പാദിച്ച പശുക്കളായിരുന്നു. പിന്നെ കൊടുക്കുന്നതും നല്ല ആൾക്കാർക്കാണ്, യോഗ്യത അനുസരിച്ച്. ബ്രാഹ്മണർക്ക് അവര് കുടുംബത്തിലെ ദാരിദ്ര്യമുള്ളത്, എന്നാൽ നല്ല രീതിയിൽ ഭഗവാനെ ധ്യാനിച്ച് വേദാധ്യയനമൊക്കെ നടത്തി വേദം പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള യുവാക്കന്മാരായ ബ്രാഹ്മണർക്കാണ് ഞാൻ ദാനം ചെയ്തത്. സ്വലങ്കൃതേഭ്യോ ഗുണശീലവദ്ഭ്യ സീതത് കുടുംബേഭ്യ ഹൃതവ്രതേഭ്യ തപശ്രുത ബ്രഹ്മവധാന്യ സഭ്യ പ്രാദാമിവേഭ്യോ ദിജപുങ്കവേഭ്യ. ശ്ലോകം 15. ഗോഭൂഹിരണ്യായതാന അശ്വഹസ്തിന കന്യാസദാസി തിലരൂപ്യശയ്യാഃ വാസാംസി രത്നാനി പരിച്ഛതാൻ രഥാൻ ഇഷ്ടം ച യജ്ഞൈ ചരിതം ച പൂർത്തം. പിന്നെയോ ഗോ ഭൂ ഹിരണ്യ ആയതന അശ്വഹസ്തിന. ഗോദാനം മാത്രമല്ല ഞാൻ കൊടുക്കുന്നത്, പിന്നെ എന്തൊക്കെ ദാനം ചെയ്യും? ഗോ, അപ്പൊ പശു, കൂടാതെ ഭൂമി, ഹിരണ്യ സ്വർണം, ആയതന ഭവനം, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കും, അശ്വ കുതിരകൾ ആവശ്യമുള്ളവർക്ക് കുതിര, ഹസ്തിന ആന, ഇവയും സദാസി ദാസികളോടുകൂടിയ കന്യകകളും, തിലരൂപ്യ ശയ്യ, തില എന്ന് വെച്ചാൽ എള്ള്, രൂപ്യ വെള്ളി, എള്ള് വെള്ളി ശയനം മുതലായവയും, വാസാംസി വസ്ത്രങ്ങൾ, രത്നാനി രത്നങ്ങൾ, പരിച്ഛദാൻ മറ്റുപകരണങ്ങൾ, രഥാൻ രഥങ്ങൾ, ഇവയും ദത്താൻ നൽകപ്പെട്ടു. അപ്പോൾ ഓരോരുത്തർക്ക് എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം ഞാൻ നൽകി. യജ്ഞൈഹി യാഗങ്ങൾ, ഇഷ്ടം ച ധാരാളം യജ്ഞങ്ങൾ, ജനനന്മയ്ക്ക് വേണ്ടി ധാരാളം യജ്ഞങ്ങൾ ചെയ്തു. യാഗം കൊണ്ട് ദേവന്മാരെ ഞാൻ പ്രീതിപ്പെടുത്തി. പൂർത്തം, പിന്നെ ജനങ്ങൾക്ക് വേണ്ടി പൂർത്തം എന്ന് വെച്ചാൽ കുളം, കിണറ്, തടാകങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ജനസമൂഹത്തിന് വേണ്ടി പൊതുവായിട്ടുണ്ടാക്കുക. അപ്പൊ അങ്ങനെയുള്ള സത്രം അങ്ങനെയൊക്കെ നിർമ്മിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ഇഹലോകത്തിലുള്ളവരെയും ഞാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതനുസരിച്ച് എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പുറത്തെന്ന് വെച്ചാൽ പൊതുവായിട്ട് എല്ലാ ആളുകൾക്കും വേണ്ടി തണ്ണീർപ്പന്തൽ, കുളം, കിണറ്, പിന്നെ സത്രങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് എല്ലായിടത്തും രാജ്യത്ത് അവിടെ ഇവിടെ സ്ഥാപിക്കും. ഗോഭോഹിരണ്യായതനാശ്വഹസ്തിന കന്യാസദാസി സ്ഥിരരൂപ്യശയ്യ വാസാംസി രത്നാനി പരിച്ഛദാൻ രഥാൻ
ഇഷ്ടം ചരിതം ച പൂർത്തം. ശ്ലോകം 16. കസ്യചിത് ദ്വിജമുഖ്യസ്യ പ്രഷ്ടാഗൗർമമഗോധനെ സംവൃക്താ വിദുഷാ സാച മയാ ദത്താദിജാതയെ. അപ്പോൾ ആദ്യം ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി എന്താണ് സംഭവം? കസ്യചിത് ഏതോ ഒരു ദ്വിജമുഖ്യസ്യ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പൃഷ്ഠാഗൗഹി കൂട്ടം തെറ്റിപ്പോയ പശു മമ എന്റെ ഗോധനെ പശുക്കൂട്ടത്തിൽ സംതൃപ്ത വന്നു ചേർന്നു. ഇപ്പൊ ധാരാളം പശുക്കൾ രാജാവിന്റെ കൊട്ടാരത്തിനടുത്തുണ്ട്. അപ്പൊ അതില് ഏതോ ഒരു ബ്രാഹ്മണന്റെ പശു കൂട്ടം തെറ്റിയിട്ട് ഇതില് വന്നു ചേർന്നു പോയി. അവിദുഷ അറിയാത്തവനായ മയ എന്നാൽ. അപ്പൊ ഇത് ഞാൻ അറിഞ്ഞില്ല. സാച്ച ആ പശുവിനെയും ദിജാതയെ ബ്രാഹ്മണർക്കായിക്കൊണ്ട് ദാനം ചെയ്യപ്പെട്ടു. അപ്പൊ ഇതാരെ പശു എന്നറിയാതെ കൂട്ടത്തിലുള്ള പശു എന്ന് വിചാരിച്ച് അതിനെയും കൂടെ ഞാൻ ദാനം ചെയ്തു. കസ്യചിത് ദ്വിജമുഖ്യസ്യ പ്രഷ്ടാഗൗർമമഗോധനെ സംവൃക്താ വിദുഷാ സാച മയാ ദത്ത ദ്വിജാതയെ. ശ്ലോകം 17. താം നീയമാനാം തത്സ്വാമി ദൃഷ്ടോവാച മമേദിതം മമേതി പ്രതിഗ്രാഹ്യാഹ നിർഗോ മേ ദത്തവാനിധി. താം നീയമാനാം തത്സ്വാമി നയിക്കപ്പെടുന്നതായ താം അതിനെ ദൃഷ്ടുവ കണ്ടിട്ട്. അപ്പൊ അതായത് എന്നിൽ നിന്ന് ദാനം സ്വീകരിച്ച ബ്രാഹ്മണൻ പശുവിനെയും കൊണ്ട് ആട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അപ്പൊ അങ്ങനെ അതിനെ കണ്ടിട്ട് തം അവനോട് തത്സ്വാമി ഈ പശുവിന്റെ ഉടമസ്ഥൻ മമ ഇത് എന്റേതെന്ന് ഉവാച പറഞ്ഞു. അപ്പൊ കൂട്ടം തെറ്റിയ ഒരു പശു വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പശുവിനെ വേറൊരു ബ്രാഹ്മണൻ കൊണ്ടുപോയപ്പോൾ മറ്റേ ബ്രാഹ്മണൻ മനസ്സിലായി ഉടമസ്ഥന് ഇത് എന്റെ പശുവാണ് എന്ന് പറഞ്ഞു. പ്രതിഗ്രഹം സ്വീകരിച്ചവൻ. അപ്പൊ ഈ ദാനം സ്വീകരിച്ചവൻ നിർഗൻ മേ ദത്തവാൻ നൃഗരാജാവ് എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞു. ഇതി എന്നുകൊണ്ട് മമ ഇതി അതുകൊണ്ട് എന്റേതാണ് ആഹാ പറഞ്ഞു. അത് എനിക്ക് നൃഗരാജാവ് തന്നതാണ്, അതുകൊണ്ട് ഇത് എന്റേതാണ്, അല്ല നിന്റേതല്ല എന്ന് അവിടെ തർക്കിച്ചു. താം നീയമാനം തത്സ്വാമി ദൃഷ്ടോവാച മമേദിതം മമേതി പ്രതിഗ്രാഹ്യാഹ നൃഗോമേ ദത്തവാനിധി. ശ്ലോകം 18. വിപ്രൗ വിവദമാനൗ മാം ഊജതു സ്വാർത്ഥ സാധകൗ ഭഗവാൻ ദാതാപഹർത്തേതി തശ്രുത്വാ മേ അഭവത് പ്രമഹ. വിപ്രൗ വിവദമാനൗ മാം ഊജതു സാർത്ഥ സാധകൗ. വിവിധമാനൗ വാദിക്കുന്നവരും സ്വാർത്ഥ സാധകൗ സ്വന്തം കാര്യം സാധിക്കാൻ ശ്രമിക്കുന്നവരുമായ വിപ്രൗ രണ്ട് ബ്രാഹ്മണന്മാരും. അപ്പൊ രണ്ടുപേരും അന്യോന്യം തർക്കിക്കുകയാണ്. ഭവാൻ അങ്ങ് ദാനം ചെയ്തവൻ ആകുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? നൃഗന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങല്ലേ എനിക്കിതിനെ തന്നത്? ഒരു ബ്രാഹ്മണൻ ചോദിക്കുകയാണ്. അങ്ങ് ദാനം ചെയ്തവനാകുന്നു, അപഹരിച്ചവനാകുന്നു. ഇത് മാം എന്നോട് ഊചതു. അപ്പൊ ഒരാൾ പറഞ്ഞു ഇത് എനിക്ക് അങ്ങ് ദാനം ചെയ്തു. വേറെ ഒരാൾ പറഞ്ഞു ഇത് അങ്ങ് എന്റെ നിന്ന് അപഹരിച്ചതാണെന്ന് പറഞ്ഞു. മാം എന്നോട് ഊചതു. അതിനെ ശുദ്ധ കേട്ടിട്ട് മേ എനിക്ക് ഭ്രമം, എന്റെ മനസ്സിന് വല്ലാത്ത അശാന്തി ഉണ്ടായി, ശാന്തത ഇല്ലാതായി, ഭ്രമമുണ്ടായി. എന്റെ മനസ്സിനൊരു ഭ്രമം, ആകെ അങ്കലപ്പായി. ഇതിനിപ്പോ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ സത്പാത്രങ്ങൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ യോഗ്യതയ്ക്ക് അനുസരിച്ചല്ല ഇവിടെ കൊടുത്തത്. കണ്ടില്ലേ, സ്വാർത്ഥത്തിന് വേണ്ടി രണ്ടുപേരും തമ്മിൽ ഇവിടെ തർക്കിക്കുകയാണ്. വിപ്രൗ വിവദമാനൗ മാം ഊജതു സ്വാർത്ഥ സാധകൗ ഭവാൻ ദാതാപഹർത്തേതി തത്ശ്രുത്വാ മേ അഭവത് ഭ്രമഃ. ശ്ലോകം 19. അനുനീതാൗ ഉഭൗ വിപ്രൗ ധർമ്മകൃഷ്ണഗതേന വൈ ഗവാം ലക്ഷം പ്രകൃഷ്ടാനാം ദാസ്യമേഷ പ്രദീയതാം. അനുനീതൗ ഉഭൗ, അതാണ് അനുനീതാവുഭൗ. അനുനീതൗ ഉഭൗ വിപ്രൗ ധർമ്മകൃച്ഛ്രഗതേന വൈ ഗവാം ലക്ഷം പ്രകൃഷ്ടാനാം ദാസ്യാമി
യേഷ പ്രദീയതാം. ധർമ്മ കൃച്ഛ്രഗതേന, സങ്കടത്തിൽ. അപ്പൊ ഞാനാകെ ധർമ്മസങ്കടത്തിലായി. ധർമ്മസങ്കടത്തിൽ ഏർപ്പെട്ട മയ എന്നാൽ പ്രകൃഷ്ടാനാം ശ്രേഷ്ഠങ്ങളായ ഗവാം പശുക്കളുടെ ലക്ഷം അസംഖ്യം ദാസ്യാമി നൽകുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വഴക്കൊന്നും കൂടണ്ട, അപ്പോ ഇതിന്റെ ഉടമസ്ഥന് ഞാൻ 1,00,000 പശുക്കളെ തരാം. എന്നുവെച്ചാൽ ധാരാളം. ഇപ്പൊ ഒരു പശുവല്ലേ ഉള്ളൂ, കുറേ പശുക്കളെ 1,00,000 എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അസംഖ്യം കുറേ പശുക്കളെ ഞാൻ തരാം. യേഷ ഇത് പ്രതീയത പ്രദാനം ചെയ്യപ്പെടണമെന്ന് ഉഭവ് വിപ്രവും ബ്രാഹ്മണന്മാരും അനുനീതവും അനുനയിക്കപ്പെട്ടവരായി. ഇപ്പൊ പശുവിനെ വിട്ടുതരുവിൻ, അധികം പാൽ കറക്കുന്ന അസംഖ്യം പശുക്കളെ ഞാൻ തരാം എന്ന് രണ്ടുപേരോടും പ്രത്യേകം ഞാൻ നല്ല വാക്ക് പറഞ്ഞു. നിങ്ങൾ ഈ പശുവിനെ വേണ്ട, നിങ്ങൾക്ക് നല്ല പശുക്കളെ ഞാൻ തരാം എന്ന് രണ്ടുപേരോടും മാറി മാറി ഞാൻ പറഞ്ഞു. അനുനീത ഉഭൗ വിപ്രവു ധർമ്മകൃഷ്ണഗതേന വൈ ഗവാം 1,00,000 പ്രകൃഷ്ടാനാം ദാസ്യാമേഷ പ്രദീയതാം. ശ്ലോകം 20. ഭവന്താവനുഗൃഹീതാം കിങ്കരസ്യ അവിജാനതഃ സമുദ്ധര മാം കൃഷ്ണാൻ പതന്തം നിരയേ അശുചൗ. ഭവന്തൗ അനുഗൃഹീത, അതാണ് ഭവന്താമനുഗൃഹീതാം. ഭവന്തൗ അനുഗൃഹീതാം കിങ്കരസ്യ അവിജാനതഃ സമുദ്ധരത മാം കൃഷ്ണാൻ പതന്തം നിരയേ അശുചൗ. അവിജാനത അറിവില്ലാതെ ഇരിക്കുന്ന കിങ്കരനെ ഭവന്തൗ ഭവാൻമാർ അനുഗൃഹീത അനുഗ്രഹിക്കുൻ. അപ്പോ നിങ്ങളുടെ വാദഗതി തീർച്ചപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ ദാസനായ എന്നെ അനുഗ്രഹിക്കുവിൻ. അപേക്ഷിക്കുകയാണ് രാജാവ്, അവരോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ ദാസനായ എന്നെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുവിൻ. അശൗചൗ ശുദ്ധിയില്ലാത്ത നിരയെ നരകത്തിൽ പതന്തം വീഴുന്നവനായ മാം എന്നെ കൃച്ഛ്രാത് സങ്കടത്തിൽ നിന്നും സമുദ്ധരത നിങ്ങളെ സങ്കടത്തിൽ നിന്നും എന്നെ കരകയറ്റുക. അപ്പൊ ഞാൻ ഇതിപ്പോ ഒരു ബ്രാഹ്മണന്റെ സ്വത്ത് അപഹരിച്ചു എന്നതായി അല്ലെ, ബ്രഹ്മസ്വം അപഹരിച്ചു, ബ്രാഹ്മണന്റെ പശുവിനെ അപഹരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അസത്യം പറഞ്ഞു, അപഹരണം നടന്നു എന്നീ സംഗതികൾ നിമിത്തം ഞാൻ നരകത്തിൽ ചെന്ന് വീഴും. അപ്പൊ നരകത്തിൽ വീഴാൻ പോകുന്ന എന്നെ നിങ്ങളൊന്ന് രക്ഷിക്കുക, ഞാൻ നിങ്ങളുടെ ദാസനാണ്, ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേൾക്കൂ എന്ന് രണ്ടുപേരോടും രാജാവ് അപേക്ഷിക്കുകയാണ്. ഭവന്താവനു അനുഗൃഹീതാം കിങ്കരസ്യാഭിജാനത സമുദ്ധരത മാം കൃഷ്ണാത് പതന്തം നിരയെ അശുചൗ. നിരയെ എന്ന് വെച്ചാൽ നരകമാണ്, നരകത്തിൽ പതന്തം വീഴും, അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ വീണു പോവും. ശ്ലോകം 21. നാഹം പ്രതിച്ഛേ വൈരാജൻ ഇത്യുക്ത സ്വാമ്യ അപാക്രമത് നാന്യത് ഗവാം അപ്യായുധം ഇച്ഛാമിത്യ അപരോയയോ. നാ അഹം പ്രതിച്ഛേ വൈരാജൻ ഇതി ഉക്ത്വാ സ്വാമി അപാക്രമത് നാന്യത് ഗവാം അപ്യായുധം ഇച്ഛാമി ഇത്യ ഇതി അപരോയയോ. രാജൻ, ഹേ രാജാവേ, അഹം ഞാൻ പ്രതീച്ചേ ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പൊ രണ്ടുപേരും ഓരോരുത്തരും പറയും, ഒരുത്തൻ കയ്യിലിരിക്കുന്നവൻ പറഞ്ഞു ഞാൻ വിട്ടുകൊടുക്കില്ല. ഇത് ഉക്ത എന്ന് പറഞ്ഞിട്ട് സ്വാമി ഉടമസ്ഥൻ അപാക്രമത് പോയി. അപ്പൊ ഈ ദാനം കിട്ടിയവൻ പറഞ്ഞില്ല ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് കൊടുക്കാന്ന് പറഞ്ഞ പശുക്കളൊന്നും അവർക്ക് വേണ്ട, ഇത് തന്നെ ഉടമസ്ഥന് വേണം. അപ്പൊ കിട്ടിയ ആളാ, ദാനം കിട്ടിയ ആള് പറഞ്ഞു ഞാനിത് തരൂല്ല. അപ്പൊ ഉടമസ്ഥൻ വാങ്ങിക്കാതെ പോയി. ഗവാം പശുക്കളുടെ അന്യതൈതമപി ഇതരമായ 10,000 കൂടിയും ഞാൻ ഇച്ഛാമി ഞാൻ ഇച്ഛിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു എന്റെ പശുവിനെ അല്ലാതെ 10,000 തന്നാലും എനിക്ക് വേണ്ട ഇത് എന്ന് പറഞ്ഞിട്ട് അപരഹ മറ്റവനും ചെയ്യൂ. മറ്റയാളും പറഞ്ഞു ഇത് എനിക്കിത് മതി, ഇതിന് പകരം ഒരു 10,000 തന്നാലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അയാളും പോയി. അപ്പൊ ഇതെന്റെ പശുവാണ്, ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഉടമസ്ഥൻ പോയി. എനിക്ക് 1,00,000 പിന്നെ ഒരു 10,000 കൂടി തന്നാലും ആവശ്യമില്ല, എനിക്ക് അത്ര ദുരാശയൊന്നുമില്ല, എന്റേതിനെ എനിക്ക് തരാത്ത പക്ഷം എനിക്ക് പശു വേണ്ട, എനിക്ക് അങ്ങ് ദാനം തന്നതല്ലേ,
അതുകൊണ്ട് അങ്ങ് ഇത് തന്നില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു പശുവിനെ എന്ത് ചെയ്തു, അവിടെ ഉപേക്ഷിച്ചിട്ട് അയാളും പോയി. അപ്പൊ രണ്ടുപേരും പശുവിനെ എടുക്കാതെ പോയി. രാഹം പ്രതീക്ഷേ വൈരാജൻ ഇത്യുക്ത സ്വാമ്യ അപാക്രമത് നാന്യഗവാം അപ്യായുധം ഇച്ഛാമിത്യപരോ യയോ. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.